ഹായ് ഒരുവൺ, നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് കേൾക്കാട്ടോ. വേറെ എവിടെയില്ല, തായ്ലൻഡ്. കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ തായ്ലൻഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളും തായ്ലൻഡിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കല്ല, വൈഫും കൊച്ചുമുണ്ട്. 2.5 വയസ്സാണ് അവന് പ്രായം. അവനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഒരു ട്രിപ്പിൽ ഫുള്ള്. അതായത് അവൻ ആദ്യമായിട്ടാണ് പ്ലെയിൻ കാണുന്നത്. കയറിയപ്പോൾ മുതൽ പ്ലെയിൻ എയർപ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ നമ്പർ എണ്ണ എടുക്കുന്നു, 1 2 കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എനിക്കത് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു. ഞങ്ങൾ നൈറ്റ് അവിടെ നിന്ന് കയറി ഏകദേശം ഒരു 4-5 മണിക്കൂറിൽ ഞങ്ങൾ ബാങ്കോങ് എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഈ ട്രിപ്പെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ടീം സെട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്ന ഡ്രൈവറിന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പം ഞങ്ങൾ പുള്ളിയുടെ പേരും ഈ സിം കാർഡൊക്കെ വേണം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കൊന്നും അറിയില്ല. പുള്ളിയുടെ തായ്ലൻഡ് ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പുള്ളീനെ സംബന്ധിച്ച് ഇവിടെയുള്ള എന്താ പറയുക, ഏൽപ്പിച്ച ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യുക, ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുക. അതാണ് പുള്ളി ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നോക്കിയാണ് പോകുന്നത്. ഇതെല്ലാം പുള്ളി നോക്കുന്ന ആപ്പിലാണെങ്കിൽ പോലും പുള്ളിയുടെ ഭാഷ തന്നെയാണ്, ഇംഗ്ലീഷ് ഒരിടത്ത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബോർഡ് നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷുണ്ട്, എന്നാലും മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തേക്കുന്ന അവരുടെ ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ സെയിം ക്ലൈമറ്റ് തന്നെയാണ്. അപ്പം അതിലൊരു ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ബാങ്കോങ്ങിൽ നിന്ന് ഞങ്ങൾ നേരെ പട്ടായയിലേക്കിട്ട് പോണേ. അവിടെയാണ് സ്റ്റേ. ഞങ്ങൾ ഏകദേശം ഒരു 8 ദിവസമുണ്ട് തായ്ലാൻഡിൽ. അപ്പം നമ്മുടെ പ്ലാനിങ് വെച്ച് പട്ടായയാണ് ആദ്യത്തെ സ്ഥലം. നമ്മുടെ എല്ലാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സാണ്. അപ്പം ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്ത്, ഗോൾഡൻ സീ ഹോട്ടൽ എന്ന് പറഞ്ഞു. അവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണുമ്പോൾ തന്നെ ഒന്നും എടുത്ത് ചാടി സ്വിം ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പിന്നെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കറൻസി എക്സ്ചേഞ്ച് ചെയ്യാം. ഞാൻ ഡോളറിൽ നിന്ന് കൊണ്ടുവന്നത്. കാരണം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ റേറ്റിംഗ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം തന്നെ കണി കണ്ടെന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവിൻ്റെ കട കേട്ടോ കണ്ടേ. ഇവിടെയൊക്കെ അത് കോമൺ ആണ്, വലിയ സീനില്ല. ഈ കാണുന്ന കടയിൽ നിന്നാട്ടോ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഡോളർ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഏകദേശം ഒരു ബെസ്റ്റ് നല്ലൊരു എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കിട്ടി. അവരുടെ കമ്മീഷനാണെങ്കിലും അങ്ങനെ വലിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്യാഷ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിമ്മ് വാങ്ങണം. കാരണം സിമ്മ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമുക്ക് ടാക്സി വിളിക്കാം, അതുപോലെ ഫുഡ് ഓർഡർ ചെയ്യാം. അങ്ങനെ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് മാപ്പ് നോക്കാനൊക്കെ നമുക്ക് ഈ സിം കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട്. അപ്പം ഈ കാണുന്ന കട, അതായത് 7-Eleven എന്നാണ് ഈ കടയുടെ പേര്. ആക്ച്വലി പുറത്തെല്ലായിടത്തും തന്നെ ഈ കട ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ളൊരു കടയാട്ടോ. എല്ലായിടത്തും തന്നെ ഉണ്ട് ഈ 7-Eleven എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാ ഐറ്റംസും കിട്ടും. സോ ഞാൻ കയറി. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്, കാരണം ഇംഗ്ലീഷ് ഇവർക്ക് അറിയില്ല, നമുക്കാണെങ്കിലും ഇവരുടെ ഭാഷ നമുക്കും അറിയില്ല. അങ്ങനെ ഒരു പേടിയുണ്ട്. പക്ഷേ എന്തിരുന്നാലും നമുക്ക് കാര്യമില്ല. പിന്നെ നമ്മൾ പുറത്താണ്, നമ്മളെ എന്തായാലും നമുക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് കയറിയത്. നേരെ സിമ്മ് കണ്ടു. ഒരു പല റേറ്റിലുള്ള സിമ്മുകളുണ്ട്, വാലിഡിറ്റി അനുസരിച്ച്. 5G 4G അങ്ങനെ തര ക്ലാസിഫിക്കേഷനുള്ള സിമ്മുകളുണ്ട്. അപ്പോൾ എനിക്കൊരു 4G സിം മതി, 7 ദിവസത്തെ വാലിഡിറ്റി. ഏകദേശം ഒരു 40 പാത്തിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടി. 40 പാത്തിനൊക്കെ കിട്ടണമെങ്കിൽ വളരെ റെയറാണ്. നോർമലി ഒരു 100 പാത്ത് അല്ലെങ്കിൽ 250 പാത്തൊക്കെ ആവും. സിം മാത്രമല്ല, ലിക്കേഴ്സ് അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ നമ്മുടെ കടയിൽ വയ്ക്കുന്ന പോലെയാണ് ഇവിടെ ഡ്രിങ്ക്സും ഇതൊക്കെ. വൈനൊക്കെ ആണെങ്കിൽ ആർക്കും വാങ്ങാം. ഈ അധികം ആൽക്കഹോൾ ഇല്ലാത്തൊക്കെ ആണെങ്കിൽ ആർക്കും തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. നോർമലാണ് ഇവിടെ എല്ലാം. പിന്നെ ലിക്കർ മാത്രമല്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലേസ് ഉണ്ട് ഇവിടെ തന്നെ. ഇവിടെ ഫ്ലേവറായിട്ടുള്ള ലേസ് ഉണ്ട്. കുറച്ച് പ്രൈസ് ചെയ്യാൻ തോന്നി, കാരണം ഒരു 40 അല്ലെങ്കിൽ 50 ബാത്തൊക്കെ ആയിട്ട് തോന്നി. അതായത് ഒരു ബാത്ത് എന്ന് പറഞ്ഞാൽ 2.5 രൂപയാണ് നമ്മുടെ നാട്ടിൽ. ഏകദേശം അപ്പോൾ ഒരു 50 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 100-125 രൂപയൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പ്ലേസ് കാണാൻ വേണ്ടി പോയി. വേറെ എവിടെയല്ല, അത് പട്ടായുടെ തൊട്ടടുത്തുള്ളൊരു വേൾഡ് ലാർജസ്റ്റ് ജെം ഷോപ്പ് അല്ലെങ്കിൽ ജുവൽ ഷോപ്പ്.
ഏറ്റവും വലിയ ജ്വൽ ഷോപ്പാണ് ലോകത്തിലെ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ ജ്വൽ ഉണ്ടാക്കുന്നതും സ്റ്റോണൊക്കെ മേക്ക് ചെയ്യുന്നതും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞുതരും. എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല, കാരണം എനിക്ക് ഈ ഐറ്റംസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്റ്റോൺ വാങ്ങണം അല്ലെങ്കിൽ ജ്വൽ വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നത് വെച്ച് നോക്കുമ്പം പ്രൈസ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ജെന്യുവനായിട്ടുള്ള ഐറ്റംസ് കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ മേടിക്കാൻ ഉദ്ദേശിച്ചുള്ളവർക്ക് ഇത് പറ്റിയൊരു ഷോപ്പാണ്. വലിയ ഷോപ്പ് തന്നെയാണ്. ഒരുപാട് പിന്നെ അകത്തേക്ക് ക്യാമറ അലൗഡല്ല, അവർ ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് അകത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കച്ചവട മനോഭാവമുള്ള ആണ് അവർക്ക്. മെയിനായിട്ട് അവർ ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെയാണ് പ്രത്യേകിച്ചും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ മേടിപ്പിക്കും. അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഇറങ്ങി രക്ഷപ്പെട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോയി. വലിയ ഈ കാണുന്ന കപ്പലുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റാണിത്. പിന്നെ നമ്മുടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മുടെ അവിടുത്തെ മുകളിൽ കൂടെ പോകുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റില്ലേ, അതുപോലെയുണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റും. ചെറവറ ലൈനും ഒക്കെയുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് നേരെ ഞാൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് പോയിന്റിലേക്ക് പോയി. ഏകദേശം ഒരു ഉച്ച സമയമായിട്ടോ, നല്ല ചൂടായി തുടങ്ങി. അപ്പം അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്താ പറയുക, ഫോറിനേഴ്സാണ് മെയിൻലി. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാവരും തന്നെ നാട്ടിലെ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ആൾക്കാരായിരിക്കും കൂടുതലും ഇവിടെ കാണുന്നത്. കുറേ ഇന്ത്യക്കാരെയും കുറേ മലയാളികളൊക്കെ ഞാൻ കണ്ടു വന്ന വഴിക്ക്. അങ്ങനെ ഈ കൂടെ വന്നത് വേറൊരു ഡ്രൈവറാട്ടോ, ഈ കാണുന്ന ഡ്രൈവറാണ് കൂടെ വന്നത്. പുള്ളി നമ്മുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു കൊടുക്കും. അതായത് പുള്ളിക്ക് ഇവർക്കൊരു ഗ്രൂപ്പ് എന്തോ ഉണ്ട്, വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അവർ നമ്മളെ പിക്ക് ചെയ്തു, നമ്മളെ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോട്ടോ എടുത്തിട്ടിടും. അങ്ങനെയാണ് ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അപ്പം ബോട്ട് ചുറ്റിയടിച്ചാണ് നമ്മൾ മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഡ്രൈവേഴ്സ് ഫോട്ടോ എടുക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അവരുടെ സിസ്റ്റം അനുസരിച്ച് അവർക്ക് കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് ഒരു റിക്വയർമെൻറ്റ് വരും. ഒരു നേരെ പിക്ക് ചെയ്യും, എന്നിട്ട് ഫോട്ടോ എടുക്കും. പിക്ക് ചെയ്തതിൻ്റെയും ഡ്രോപ്പ് ചെയ്തതിൻ്റെയും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നിട്ട് അങ്ങനെ അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. അങ്ങനെയാണ് അവരുടെ ഒരു സിസ്റ്റം. ഈ ലേക്കിൻ്റെ കളർ കണ്ടോ, ചെളിവെള്ളത്തിൻ്റെ കളറാണ്. മഴ പെയ്തിട്ടാണോ എന്നറിയില്ല, ഫുള്ള് ചെളിവെള്ളമാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഡ്രൈവറിനൊരു അബദ്ധം പറ്റി. പുള്ളിയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്തതിൻ്റെ ഫോട്ടോ എടുക്കാൻ പുള്ളി മറന്നുപോയി. അപ്പം അതിനുള്ള ശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ട്. റൈറ്റ് സൈഡിൽ നോക്കി കാണാം, പുള്ളി ഓടി വന്നൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി പുള്ളി ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട്. ഞാനാണെങ്കിൽ പുള്ളിനെ കണ്ടുമില്ല ആദ്യം. പിന്നെ പുള്ളി അവിടെ നിന്ന് കൈ വീശി അവസാനം കണ്ടു. കാരണം പുള്ളിക്ക് ഡ്രോപ്പ് ചെയ്തതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. കാരണം പുള്ളിക്ക് പിക്ക് ചെയ്യുമ്പോൾ പുള്ളി ഫോട്ടോ എടുക്കും, ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് പുള്ളിക്ക് അവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്തിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് പേയ്മെൻറ്റ് പുള്ളിക്ക് കിട്ടുന്നത്. ഞാൻ ആദ്യം ഈ ബോട്ടിൽ കയറി പിന്നെ മനസ്സിലേക്ക് ആദ്യം വന്നത് കാശ്മീരിലെ ഡാൽ ലേക്കിലൂടെയുള്ള ബോട്ട് സവാരി കേട്ടോ. അത് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം കേട്ടോ. ആരെങ്കിലും പോകാത്തതുകൊണ്ട് എന്തായാലും അവിടുത്തെ ആ കാശ്മീർ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം, പ്രത്യേകിച്ച് ഡാൽ ലേക്കും ഫ്ലോട്ടിംഗ് ലേക്കും ഒക്കെ. ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ മനോഹരമാണ്. ഇത് മനോഹരമല്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്, കാണാം. പിന്നെ നമ്മൾ ഉച്ചയായതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ബോട്ട് യാത്ര എന്നതിനെ കൂടുതൽ ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ട് ഇവിടെ, അതാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ലോക്കലായിട്ടുള്ളൊരു ഐറ്റം ട്രൈ ചെയ്യണം. അതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. 50 ബാത്താണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടാണ് ഇതിനോടൊരു താല്പര്യം വന്നത്. ഇപ്പം മാംഗോയും റൈസും ചെറിയൊരു വൈറ്റ് സോസും ഒക്കെയുണ്ട്. എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ മാംഗോ ഒരു രക്ഷ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഒരു അൽഫോൻസോ മാംഗോയൊക്കെ അടുത്ത് വരും ടേസ്റ്റ്. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ്, അതായത് ഒരുപാട് ഭയങ്കര അറ്റത്ത് ഓസം എന്നുള്ള രീതിയിലല്ല, കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെയാണ്. നമ്മുടെ റൈസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി റൈസ് എന്ന് പറയുന്ന പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന റൈസാണ്. നമ്മുടെ ഒരു നിങ്ങളുടെ അവിടെ എങ്ങനെ പറയുന്ന അറിയില്ല, പാച്ചോറ് എന്നൊക്കെ പറയില്ലേ, ഞങ്ങളുടെ നാട്ടിൽ പാച്ചോറ് എന്ന് പറഞ്ഞൊരു ഐറ്റം കിട്ടും, ഈ ശർക്കരയൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ആ റൈസിന് കിട്ടിയത്. പിന്നെ കുഴപ്പമില്ല, വൺ ട്രൈ നല്ലതാണ്.
പിന്നെ കൊച്ചാണെങ്കിലും ഇഷ്ടപ്പെട്ടു, അവനും മാംഗോയൊക്കെ കഴിക്കുന്ന ടീമാണ്. അപ്പോൾ അവനും ഇഷ്ടമായി, അവനും കഴിച്ചു. എല്ലായിടത്തും തന്നെ ഈ ഐറ്റം പോപ്പുലറാട്ടോ. കാരണം അവരുടെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്നുള്ളത്. ഇവിടെ ചെന്നാൽ നമുക്ക് കിട്ടും. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ എക്സ്പ്ലോർ ചെയ്തു. കുറേ ആൾക്കാർ ആർട്ടിസ്റ്റ് അവിടെ പടം വരയ്ക്കുന്നുണ്ട്, ചിലർ ടിപ്പ് കൊടുക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ച തന്നെ കേട്ടോ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് കടകളുണ്ട് അകത്ത്. പക്ഷേ ഞങ്ങൾക്ക് സമയം വളരെ കുറവുള്ളതായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ട് നേരെ ടൈഗർ പാർക്കിലേക്ക് പോയി. കാരണം അവിടെ ഒരു 5-6 അത് ക്ലോസ് ചെയ്യും വൈകിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടേക്ക് മാറി. അപ്പം അവിടെ ടൈഗർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പല ഏജിലുള്ള ടൈഗേഴ്സിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം ഒരു ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 800 ബാത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്കാണ് വരുന്നത്. അപ്പം വൈഫും കൊച്ചും ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അതൊരു 6 മാസം പ്രായമുള്ള ഒരു ടൈഗറിൻ്റെ കൂടെ കേട്ടോ. ഈ 6 മാസം പ്രായമുള്ള ടൈഗറാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ വലിപ്പം കടന്ന് നിങ്ങൾ ഞെട്ടു കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു വലിയൊരു ടൈഗറിനെ അത്ര ഉണ്ട് ഒരു 6 മാസം പ്രായമുള്ള ഒരു ടൈഗർ. അവനാണെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ. അവനൊരു പൂച്ചയാന്നുള്ള രീതിയിലാണ്. കാരണം മനസ്സിലായി വരുന്നല്ലേ ഉള്ളൂ ടൈഗർ എന്ന് പറഞ്ഞ് ഭീകരമായ ജീവിയാണെന്നുള്ളത്. അവന് യാതൊരു പേടിയും തോന്നിയില്ല. അവൻ കൂസലില്ലാതെ ടൈഗറിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അതിൻ്റെ വാല പിടിക്കുന്നു, അതിനെ പിടിക്കുന്നു. സൂപ്പറായിരുന്നു. ടൈഗറാണെങ്കിലും മര്യാദ രീതിയിൽ അവനവിടെ കടന്നു. ടൈഗറിൻ്റെ ബാക്കിലേക്ക് തലയോടാനൊക്കെ പറ്റും, പക്ഷെ ചെവിയിലോ അല്ലെങ്കിൽ മീശയിലോ അങ്ങോട്ടേക്കൊന്നും അവർ തൊടാൻ സമ്മതിക്കില്ല. കാരണം അത് കുറച്ച് ഡേഞ്ചറാണെന്ന് അവർ പറയുന്നത്. അതൊക്കെ കണ്ട് നേരെ പുറത്തിറങ്ങി പിന്നെ ടൈഗറിനെ ഓടിക്കുന്നതും അവരെ കളിപ്പിക്കുന്നതൊക്കെയാണ് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് കണ്ടത്. ഭയങ്കര രസമാണ്. അത് പൂച്ചക്കുട്ടികളെ കളിക്കില്ലേ, അതുപോലെയാണ് അവർ. നമ്മൾ ഈ TV കാണുന്ന അക്രമസക്തമായ ടൈഗറൊന്നുമല്ല ഇവിടെ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈഗറാണ്. ഇപ്പം ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം ടൈഗറിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ആദ്യമേ അവരോട് ചോദിക്കണം. എനിക്കൊന്ന് 6 മന്ത് പ്രായമുള്ള ടൈഗറൊക്കെ കേജിലിട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ വലിയ ടൈഗറൊക്കെ ആണെങ്കിൽ അത് പുറത്തായിരിക്കും, കുറച്ചും കൂടെ വ്യൂ ലൈറ്റിംഗ് ഒക്കെ കിട്ടും. അപ്പം നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വന്ന് ഫോട്ടോയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ കുറേ നേരം ടൈഗർ കളിക്കുന്നതും ചാടുന്നതൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരമായിരുന്നു. പട്ടായയിൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി അങ്ങനെ കിടക്കുന്നത്, അതായത് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് നമ്മളിങ്ങനെ മീനുകളൊക്കെ കാണും, ഒരു സൂട്ടൊക്കെ ഇട്ട് തരും. പിന്നെ പാരച്യൂട്ട്, പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്കൂബ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട്. അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് പട്ടായ നൈറ്റ് ലൈഫ്, ആ ഒരു വീഡിയോ ആയിരിക്കും ഇടാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആയിരിക്കും. കാരണം അവരുടെ ഒരു രാത്രിയിലെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. പാട്ടും കൂത്തും മേളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളെന്തായാലും സ്റ്റേ ട്യൂൺ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.